ഇതുപോലൊരു ഐറ്റം റെഡിയാക്കിയാൽ പിന്നെ നമ്മൾക്ക് ചോർക്ക് വേറൊരു കൂട്ടാനില്ലെങ്കിലും വേണ്ടില്ല കേട്ടോ, ചോറ് ഉഷാറായിട്ട് ഇറങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ ഇതിനാവശ്യത്തിന് ഒരു പിടുത്തം ചുവന്നുള്ളിയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ ആദ്യം ഇങ്ങോട്ട് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടേനി. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ഉണ്ട് ഞാൻ എടുത്തിട്ടുള്ള. തേങ്ങയ്ക്ക് നമ്മൾ ആവശ്യാനുസരണം എടുക്കുക. പിന്നെ മുളക് പൊടി കുറച്ചധികം എരിവുള്ളതുകൊണ്ട് ഞാൻ 1.5 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചമ്മന്തിയാക്കി എടുക്കട്ടോ. അതിന് ശേഷം അതൊരു പാത്രത്തേക്ക് നമ്മൾക്ക് മാറ്റി വെക്കണം. പിന്നെ ഈ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞു കൂടി വെക്കുക. നന്നായിട്ട് അരിയണം. ചുവന്നുള്ളി നല്ലോണം ഉണ്ടാകുമ്പോഴേ ഈ ഒരു സാധനം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ വയ്ക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, ഓയിലാവുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് നല്ലോണം ഒന്ന് ബ്രൗൺ കളറാവണത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ കുറച്ച് അധികം കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങൻ്റെ കൂട്ടും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നല്ലൊരു അടിപൊളി ചമ്മന്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ട എന്തായാലും ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.